ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ നമ്മളിന്നിവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നേ. നമ്മളെ റിസ്ക് ബ്രോയുടെയും റസിയമ്മായിയുടെ വെഡിങ് ആനിവേഴ്സറി, അതായത് എന്റെ മാമയും അമ്മായിയാണ്. അപ്പൊ അവരെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. അപ്പൊ ഇവിടെ ഭയങ്കര ഒച്ചയും വിളിയൊക്കെയാണ് കേട്ടോ. വലിയ സെലിബ്രേഷൻ, ഒരു കുട്ടി സെലിബ്രേഷൻ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതാ വാപ്പിമ്മോളൂടെ പന്ത് തട്ടി കളിക്കാണ് കേട്ടോ. ബത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് പന്ത് തട്ടി കളിക്കാനായിട്ട്. അപ്പൊ നല്ല കളിയാണ് കേട്ടോ രണ്ടാളും. സർപ്രൈസ് ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ ഈ കാണുന്ന പോലെ. അറിയാത്ത പോലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഈ കാണുന്നത്. സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ അറിയാത്ത പോലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വരും കേട്ടോ. ഒന്നും അറിയാത്ത പച്ചപ്പാവത്തിന്റെ പോലെ ഇപ്പൊ ഒരു ചോദ്യം വരും. ശരിക്ക് നിക്ക് കൈ പിടിക്കാം. ഒരു മുടത്തോ കളത്ത് അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടാ. നബിദിനായിട്ട് എല്ലാരും കൂടിയതായിരുന്നു കേട്ടാ. എന്താണ് റിസ്ക് ബ്രോക്ക് ഈ 21 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തെ പറ്റി സംസാരിക്കാനുള്ളത്? നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു 3-4 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. കാരണം അറിയാലോ, നബിദിനം, ഓണം, അങ്ങനെ കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഞാനിപ്പോ നമ്മളെ ചെലിങ്ങാട് ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് അലഹമില്ല നല്ലൊരു ഉറക്കം നല്ല കിട്ടുന്നതാണ്. അപ്പൊ നല്ലൊരു പകലൊക്കെ തന്നെ ആയിരുന്നു. ഈ ഉറക്കത്തിൽ കിടക്കുന്ന വന്നിട്ട് വിളിച്ച് സർപ്രൈസ് തന്നപ്പോ ആകെ ഞെട്ടിപ്പോയി. ഒരുപാട് സന്തോഷം. എന്നുവെച്ചാല് ആ ഒരു പടക്കം പൊട്ടി വരുമ്പോ ഉണ്ടാവുന്ന ആ കിൽറ്റികളുണ്ടല്ലോ, അതുപോലെയായിരുന്നു നമ്മളെ മനസ്സിൽ കളങ്ങിയത്. അതായത് ആ പോപ്പറ് പൊട്ടി വന്നപ്പോ മനസ്സിലേക്ക് അതിന്റെ കിൽറ്റ് മനസ്സിൽ കയറിയായിരുന്നു. അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു സീനായിരുന്നു. അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. പിന്നെ അപ്പൊ 21 വർഷം അലഹമില്ല അള്ളാഹുവിനോട് 21 വർഷം ആയിരിക്കുകയാണ്. അപ്പൊ 21 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹമില്ല നമുക്കത് എന്താ പറയാ, സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിലും അലഹമില്ല അള്ളാഹുവിനെ കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എന്തായാലും എനിക്കിപ്പോ അതിൽ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗില് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഈ ഒരു വ്ളോഗില് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇത് നിങ്ങളെപ്പോലെ ഒരു വ്ളോഗർ വന്ന് കവർ ചെയ്തതിൽ ഞാൻ ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഭാര്യയെ പറ്റി 2 വാക്ക്. ഭാര്യയെ പറ്റി 2 വാക്കിൽ ഒതുങ്ങൂല. അത് ഇതിപ്പോ എത്ര GB ആണ് ഇപ്പൊ നമ്മളെ GB കഴിയില്ല. അത്രത്തോളം നമുക്ക് പറയാനുണ്ടാവും. അപ്പൊ അത് വേണ്ട, നമുക്ക് എല്ലാവരും ഒറ്റ രീതിയിൽ ഒതുക്കണം നമ്മൾ കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സന്തോഷം. അത് ഞങ്ങളല്ല ചെറിയ രീതിയിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, വിളക്കാണ്. പക്ഷെ ഇപ്പൊ മണയിരുന്ന വിളക്ക് പോരായി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും നന്ദി, നമസ്കാരം.